ഹായ് ഓൾ. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനേഷനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് നമുക്ക് ചുറ്റും. ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, ഇനി എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും, അപ്ലൈ ചെയ്തിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം നിങ്ങൾ എക്സാമിനേഷനിൽ ഫേസ് ചെയ്യുന്ന ഘട്ടങ്ങൾ, എങ്ങനെയാണ് ഇതിൽ പ്രധാനമായിട്ടും CBT 1ലും 2ലും വരുന്ന ചോദ്യങ്ങൾ, എങ്ങനെ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാം തുടങ്ങിയ ഒരു ചെറിയ ഔട്ട്ലൈൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള കണ്ടന്റിലേക്ക് പോകാം. ആദ്യമായിട്ട് RRB ജെയുടെ സെലക്ഷൻ ജേണി എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് 4 ഘട്ടങ്ങളിലൂടെ നടക്കുന്ന ഒരു സെലക്ഷൻ ജേണിയാണ്. റെയിൽവേ തന്നെ നടത്തുന്ന എക്സാമിനേഷൻ ആണ്. RRB ആണ് ഇതിന്റെ ഏജൻസി. ഈ RRBകളാണ് നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. നിങ്ങൾ ഏത് RRBയിലേക്കാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ RRB ആയിരിക്കും നിങ്ങൾക്ക് എക്സാം നടത്തുന്നത്. പക്ഷെ നിങ്ങൾ പ്രിഫർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വെന്യൂ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ജില്ലയിൽ തന്നെ കിട്ടണമെന്നില്ല. എന്തായാലും നിങ്ങൾക്ക് അടുത്ത് തന്നെ അവർ അറേഞ്ച് ചെയ്ത് തരും. അതാണ് പൊതുവെ കണ്ടുവരുന്നൊരു പ്രവണത. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത് CBT 1 എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആണ്. CBT 1ൽ സെലക്ട് ചെയ്യപ്പെടുന്നവരെ CBT 2ലേക്ക് സെലക്ട് ചെയ്യപ്പെടും. അതായത് CBT 1 എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാർജിനിൽ നിന്ന് ഒരു ചെറിയ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു എലിമിനേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അങ്ങനെ CBT 2ലേക്ക് വരുന്നു. CBT 2ലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBT 1ൽ കണ്ട അതേ രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ടോപ്പിക്കുകൾ കൂടി ചോദ്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂടും, സമയം കുറയും. ഇതാണ് CBT 2ൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടുന്ന വെല്ലുവിളി. അടുത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അവർക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡിജിറ്റലി ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിന്റെ വെരിഫിക്കേഷന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടിയുണ്ട്. അത് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. കേരള PSCയിൽ അത് നടക്കുന്ന പോലത്തെയുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അല്ല റെയിൽവേ നടത്തുന്നത്. മറിച്ച് റെയിൽവേക്ക് റെയിൽവേയുടേതായിട്ടുള്ള മെഡിക്കൽ ബോർഡുകളുണ്ട്. നമുക്കറിയാം റെയിൽവേ മെഡിക്കൽ കോളേജുകൾ, റെയിൽവേ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അവരുടെ ഒരു മെഡിക്കൽ ബോർഡായിരിക്കും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിന് റെയിൽവേ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിൽ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുത്ത് അതിനെ ഓവർകം ചെയ്താൽ ഒരു എക്സാമിനേഷൻ ശേഷമുള്ള അല്ലെങ്കിൽ നിങ്ങളെ സെലക്ഷന് വേണ്ടി വിളിക്കുന്ന സമയത്തുള്ള ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ അത് നന്നായിട്ട് സഹായിക്കും. ഇനി നമുക്ക് CBT 1 എന്ന് പറയുന്ന എക്സാമിനേഷൻ എന്ന് അടുത്തറിയാം. എന്തൊക്കെയാണ് CBT 1ൽ ഉള്ളത് എന്ന്. CBT 1 പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. അതായത് 4 സബ്ജക്റ്റുകളായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇവിടെ 30 ക്വസ്റ്റ്യനുകളാണ് ഇവിടെ വരുന്നത്. അതിൽ 30 മാർക്കും ഉണ്ടാവും. രണ്ടാമതായിട്ട് ഇതേ വെയിറ്റേജോട് കൂടി വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സയൻസ്, ജനറൽ സയൻസ്. 10th CBSE ലെവലിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിനും 30 മാർക്ക് തന്നെയും ആണ് ക്യാരി ഓവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യനുകളുടെ എണ്ണം സെയിം ആണ്, 30 തന്നെയായിരിക്കും. അടുത്തത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ഇവിടെ 25 ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 25 മാർക്കാണ്. ഇനി ഇത് കൂടാതെ ജനറൽ അവയർനെസ്സിൽ നിന്ന് 15 ക്വസ്റ്റ്യനുകളും ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ ജനറൽ അവയർനെസ്സിലും സയൻസിലും നമുക്ക് 100% ആക്യുറസിയിൽ ആൻസർ ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാത്തമാറ്റിക്സിലും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും നല്ല രീതിയിൽ സ്കോർ ചെയ്യണം. മാത്രമല്ല നെഗറ്റീവുകൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 2 ക്വസ്റ്റ്യനുകളിലും, അതായത് GK ടോപ്പിക്കുകളിലും അതുപോലെ സയൻസിലും നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാതിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള എക്സാമുകളിൽ നിന്ന്, ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളിൽ നിന്ന് നേടിയ സ്കോർ പ്രിസർവ് ചെയ്യാൻ പറ്റൂ. അത് നിങ്ങളെ സ്റ്റേജ് 2ലേക്ക് നയിക്കും. ഓർക്കുക, ഇത് എലിമിനേഷൻ ആണ്. നമ്മൾ എലിമിനേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള എല്ലാ എഫേർട്ടും ഇടേണ്ടത് അനിവാര്യമാണ്. അടുത്തത് CBT 1ന്റെ കീ റൂൾസ് ആണ്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അടുത്തത് നമുക്ക് CBT 2 ആണ്. CBT 2ൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് എക്സാമിനേഷന്റെ പ്രൊസീജിയർ നോക്കാം. ഇവിടെ എത്തുമ്പോൾ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന കോർ ബ്രാഞ്ചിന്റെ ക്വസ്റ്റ്യനുകൾ 100 മാർക്കിന് വരും. അതിന് 100 ക്വസ്റ്റ്യനുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഇവിടെ തീരുന്നില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മൾ CBT 1ൽ കണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി കാണാൻ പോവുകയാണ്. അതിൽ ആദ്യത്തേത് ജനറൽ അവയർനെസ് ആണ്. ഇത് 15 ക്വസ്റ്റ്യനുകളും 15 മാർക്കും ഇവിടെയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി ഈ 2 സബ്ജക്റ്റിൽ നിന്ന് 15 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ ഇതിന്റെ 10 മാർക്ക് വരുന്നുണ്ട്. എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളിൽ നിന്ന് 10 മാർക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ എല്ലാ ടോപ്പിക്കും നമ്മുടെ മുമ്പിൽ നമ്മുടെ റാങ്ക് മേക്കിംഗ് ആണ്, നിങ്ങളെ ജോലി കിട്ടാൻ സഹായിക്കുന്നതാണ്. അവിടെ ഏത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ശരി ഉത്തരങ്ങളിൽ ചെയ്യാൻ നോക്കുക. ഇവിടെ എലിമിനേഷൻ അല്ല, ഇവിടെ നമ്മൾ ജോലിയിലേക്കുള്ള പ്രവേശനമാണ്, എൻട്രി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ആഴത്തിലുള്ള എഫേർട്ട് കൊടുത്ത് തന്നെ പഠിക്കാൻ നോക്കുക.
അതിൽ തന്നെ ടെക്നിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന കോർ ഏരിയയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. അവിടെ മാക്സിമം സ്കോർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ സ്കോർ ഉണ്ടാക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും ബേസിക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ മേഖല. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾ സ്കോർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ജനറൽ അവയർനെസ്സിലൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ ഈസിയുള്ള ചോദ്യങ്ങളായിരിക്കും, അത് കൃത്യമായിട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ധാരണ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഗസ് ചെയ്ത് ആൻസർ ചെയ്യുവാനും പാടില്ല. ഈ CBT 2 നമ്മൾ കണ്ട ആദ്യത്തെ ഒരു മേഖല, അതായത് ടെക്നിക്കൽ എബിലിറ്റി മേഖലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ട്രീം ഏതാണോ ആ ഒരു സ്ട്രീം റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് വരികയുള്ളൂ. മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ തുടങ്ങിയ മേഖലയിൽ നിന്നായിരിക്കും മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്ക് വരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓൾ സബ് സ്ട്രീംസ് ആയിരിക്കും ഇലക്ട്രിക്കൽ ടോപ്പിക്കിൽ വരുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് S&D, കമ്പ്യൂട്ടർ സയൻസ്, IT തുടങ്ങിയേക്ക് ആ ഒരു മേഖലയിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ DMS തുടങ്ങിയേക്ക് ആ ഒരു സ്ട്രീമിൽ നിന്നുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനിയും എങ്ങനെയാണ് നിങ്ങളുടെ മെറിറ്റ് ഇൻഡെക്സ് എന്ന് നോക്കാം. മെറിറ്റ് ഇൻഡെക്സ് മറ്റൊരു രീതിയിലുമല്ല, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനം തന്നെയായിരിക്കും നിങ്ങൾ മെറിറ്റിൽ സെലക്ട് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക, നിങ്ങളെ സെലക്ട് ചെയ്ത് വിളിക്കുമ്പോൾ കുറച്ച് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ അവർ അധികം വിളിക്കും. കാരണം മെഡിക്കൽ ഫെയിലിയർ ആകുമ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരെ ഓവർകം ചെയ്യാൻ വേണ്ടി. ഇനിയും ഇതിനകത്ത് 2-3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളുടെ ഒരേ മാർക്കുള്ള 2 പേര് സെലക്ട് ചെയ്യപ്പെടുകയാണ്, അതായത് ഫൈനലായിട്ട് ഒരേ മാർക്കുള്ള 2-3 പേര് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്ക് നിയമനം കൊടുക്കുന്ന റെയിൽവേ. കാരണം അവർക്ക് പിന്നീട് അവസരങ്ങളില്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു മാനദണ്ഡം കൂടി ഇവിടെ പാലിക്കുമെന്നത് അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ റെയിൽവേയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് കയറുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്ട് സാലറി 60,000-ന് മുകളിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു പോസ്റ്റിൽ കയറാനുള്ള എഫർട്ട് ഒഴിവാക്കരുത്. നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി, പ്രത്യേകിച്ചും റെയിൽവേയിൽ കിട്ടുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിലൊന്നാണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. തയ്യാറെടുക്കാനുള്ള പറ്റിയ സമയമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സുകൾ ജോയിൻ ചെയ്ത് തയ്യാറെടുത്ത് അത് നിങ്ങളുടെ കരിയറെ വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.